നിക്ഷേപത്തെക്കുറിച്ചുള്ള ചിന്ത ഈശോ പങ്കുവെക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഈ നിക്ഷേപം കൂട്ടിവെക്കുന്ന ശീലം ഇന്ന് പണ്ടന്നത്തേതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഓരോ കാലം ചെല്ലുന്തോറും നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്ന കരുതലുകൾ കുറയുന്നുണ്ട്. മനുഷ്യന്റെ സഹജമായൊരു വാസനയാണ് സുരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ കരുതലുകൾ കുറയും. പണ്ടന്നത്തേതിനേക്കാൾ സുരക്ഷിത ബോധം കൂടുതലായതുകൊണ്ട് കരുതൽ ബോധവും കുറവാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു മധ്യവയസ്കരുടെ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കരുതൽ വീണ്ടും കുറയും. എന്ന് വെച്ചാൽ ഈ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള നിക്ഷേപത്തിന്റെ സ്വഭാവം വീണ്ടും കുറയും. കിട്ടുന്ന സാധനം അപ്പപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ടുള്ള പ്രവണതയായിരിക്കും. തീരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കാലഘട്ടത്തിലും സമ്പന്നമായ കാലഘട്ടത്തിലും ഈ നിക്ഷേപത്തിന്റെ മനസ്സ് മനുഷ്യന് കുറയും. അത് സ്വാഭാവികമാണ്. ഒരു ഇടത്തരം കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പം ഇന്ന് ദാരിദ്ര്യമില്ല, ഒപ്പം തന്നെ സുരക്ഷിതത്വം കൂടുതലുണ്ട്. ആ അർത്ഥത്തില് നിക്ഷേപത്തിന്റെ സ്വഭാവം കുറവ്. അന്ന് ഇത് രണ്ടിന്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സമൃദ്ധിയുടെ കുറവുണ്ട്, അത് ഒപ്പം തന്നെ ഈ സുരക്ഷിത ബോധവും കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് നിക്ഷേപം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മള് ഒരു കാലത്ത് നിധിയെക്കുറിച്ചൊക്കെ ഗഹനമായ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നാരും നിധിയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. കാരണം ഈ തലമുറയിൽ ആരും അങ്ങനെ നിധി നിക്ഷേപിച്ചിട്ടില്ല. കാരണം അങ്ങനെ കരുതി വെക്കണമെന്ന് തോന്നിയിട്ടില്ല. പഴയ തലമുറയില് ഈ നിധി നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയത് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ പിന്നീടുള്ള തലമുറകൾക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഈ കരുതലുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം യേശുവിന്റെ ആദ്യത്തെ പഠനത്തെ വിലയിരുത്താനായിട്ട്. അന്നത്തെ കാലഘട്ടത്തില് ഈ യുദ്ധോപകരണങ്ങള്, സ്വർണ്ണ വെള്ളി ചെമ്പ് നാണയങ്ങള്, അപ്പോ അതുപോലെ തന്നെ ഈ ആഭരണങ്ങള്, ഇതൊക്കെയായിരുന്നു നിക്ഷേപങ്ങളായിട്ട് കരുതി വെച്ചിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പലതും കള്ളന്മാരും കൊണ്ടാനും കീടങ്ങളും തുരുമ്പും ഒക്കെ നശിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. യേശു പറഞ്ഞ ഈ താക്കീതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പഴയ തലമുറകളിൽ പെട്ട പലരും പല ഭരണികൾക്കുള്ളിലും മറ്റ് പല കവറുകൾക്കുള്ളിലും ആക്കി എവിടെയെങ്കിലുമൊക്കെ മണ്ണിലോ മറ്റുള്ളിടത്തൊക്കെ കുഴിച്ചു വെച്ച് പിന്നീട് അതിനെക്കുറിച്ച് ബോധമില്ലാതെ വരുമ്പോൾ അത് നിധിയായിട്ട് പരിഗണിക്കപ്പെടും. അതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ ഇപ്പോഴ് നമുക്കറിയാം. ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഇപ്പോഴും തുറക്കാത്ത അറ എന്ന് പറയുന്ന സംഭവം. അത് അന്നത്തെ കാലത്ത് ഉണ്ടായ നിക്ഷേപങ്ങളുടെ സമാഹാരമാണ്. അപ്പൊ ഈ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നതില് ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ ഒരു കാലം മുഴുവൻ കരുതലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ പറയണത്, നിങ്ങള് ഭൂമിയിലെ നിക്ഷേപങ്ങൾ കരുതി വെച്ചാലും കള്ളന്മാര് മോഷ്ടിക്കും, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. അപ്പോൾ യുദ്ധോപകരണങ്ങൾ വന്ന് കഴിഞ്ഞാല് അത് തുരുമ്പ് പിടിച്ചു പോകാനായിട്ട് സാധ്യതയും, നാണയങ്ങള് അത് ഈ കീടങ്ങൾ ബാധിച്ചു പോകാനായിട്ട് അല്ലെങ്കിൽ മറ്റു ക്ലാവ് പിടിച്ചൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ നാശനഷ്ടങ്ങള് ഉണ്ടാകാത്ത ഒരു നിക്ഷേപത്തെ കുറിച്ചാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. നിക്ഷേപം വേണ്ടെന്നല്ല, നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം എന്നുള്ളതാണ്. സ്വർഗത്തില് നിങ്ങൾക്കായി നിക്ഷേപം കരുതി. എന്താണ് നിക്ഷേപം? സ്വർഗത്തിലെ യഥാർത്ഥ നിക്ഷേപം ഞാൻ തന്നെയാണ്. ആത്യന്തികമായി ഞാനാണ്. എൻ്റെ ആത്മാവാണ് അവിടെ നിക്ഷേപിക്കേണ്ടത്. ആ നിക്ഷേപത്തിന്റെ ഉപജീവന മാർഗം, അതിൻ്റെ കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം ഈ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ഒരു സുവിശേഷമാണ്.
അപ്പൊ അതുകൊണ്ട് ഈ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് മത്തായി വളരെ കർശനമായ നിലപാടെടുക്കുന്നുണ്ട്. അതിക്ക് മുമ്പേ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യേശുവിന്റെ പഠനങ്ങള്, ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങള് അത് എക്സ്ട്രീം പഠനങ്ങളാണ്. എന്ന് വെച്ചാല് അതും പഴയ പഠന രീതി അങ്ങനെയാണ്. ഇപ്പോ വാസ്തുശാസ്ത്രത്തില് ഒരു ചൊല്ലുണ്ട്, ഒന്നല്ല ഒരുപാട് ചൊല്ലുകളുണ്ട്. തെക്ക് നിൽക്കുന്ന പുളി വെട്ടിക്കഴിഞ്ഞാൽ കാർന്നോർക്ക് അന്ത്യം. തെക്ക് വശത്ത് നിൽക്കുന്ന പുളി വെട്ടിക്കഴിഞ്ഞാൽ കാർന്നൂര് മരിക്കും എന്നുള്ളതാണ് വാസ്തുവിലെ ചൊല്ല്. തെക്ക് നിൽക്കണ പുളി വെട്ടിയാൽ ഒരു കാർന്നൂര് മരിക്കാൻ പോണില്ല. അത് ഒരു ഭയപ്പെടുത്തുന്ന രീതിയാണ്. ഈ ഭയപ്പെടുത്തലിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മുറ്റത്ത് പുരയുടെ തെക്ക് വശത്ത് നിൽക്കുന്ന പുളി വെട്ടരുത് തന്നെയാണ്. അത് ആ വെട്ടാതിരിക്കുന്നതിന് ചില ശാസ്ത്രീയ കാര്യങ്ങളുണ്ട്. പുളി വെട്ടിയാൽ കാർന്നൂര് മരിക്കുമെന്നുള്ളത് അന്ധവിശ്വാസമാണ്, തെറ്റാണ്. പക്ഷെ പുളി വെട്ടാതിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് നല്ലതാണ്. അപ്പൊ പുളി വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കടന്ന കൈ പറയും. ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക്? എന്നതുപോലെ യേശുവിന്റെ പഠനങ്ങള് അവതരിപ്പിക്കുന്നത് വളരെ കാർക്കശ്യത്തോടുകൂടി ഇത്തിരി കടന്ന കയ്യിലാണ്, ഓവർഡോസിലാണ് അവതരിപ്പിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് കർത്താവിന് അറിയാം. ഇത്തിരി കൂടുതൽ ഡോസ് തന്നാലാണ് കുറച്ചെങ്കിലും ഒക്കെ പിടിക്കുകയുള്ളൂ എന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ പഠനങ്ങളിലൊക്കെയും ഇത്തിരി ഓവർഡോസിലാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്. അത് അരമായ ഭാഷാപ്രയോഗ ശൈലി കൂടിയാണ്. അപ്പം ഇവിടെ നിക്ഷേപങ്ങള് നിങ്ങള് ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് എന്നാണ് പറയുന്നത്. കരുതി വെക്കാൻ പാടില്ല, ഒരു രൂപ പോലും കരുതി വെക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. അതാത് ദിവസത്തേക്ക് അത് ആഹാരത്തിന്റെ കേസ് മാത്രമല്ല, ക്ലേശത്തിന്റെ കാര്യമായാലും ബുദ്ധിമുട്ടിന്റെ കാര്യമായാലും ഓരോ ദിവസവും അതതിന്റെ ക്ലേശം മതി എന്നാണല്ലോ പറയുക. അപ്പം സമ്പാദ്യമായാലും ഋണബാധ്യതയായാലും അതാത് ദിവസത്തേക്ക് മതി എന്നുള്ളതാണ് കർത്താവിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ഭൂമിയിലെ നിക്ഷേപം കരുതി വെക്കരുത് എന്ന് പറയുമ്പോൾ വളരെ കാർക്കശ്യമായിട്ടാണ് ഇത് അവതരിപ്പിക്കുക. കാരണം അതിന് 2 കാരണങ്ങളാണ് പറയുക. ഒന്നത് നശിക്കും, 2 അത് കള്ളന്മാര് മോഷ്ടിക്കാനായിട്ട് നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് സ്വർഗത്തിലാണ് നിക്ഷേപം വേണ്ടത്. ഈ അവസരത്തിൽ ഒരു ചെറിയ ഇതിന്റെ സാരാംശം മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ലക്ഷദ്വീപിന് പോയിണ്ടായി. വെറുതെ ടൂറായിട്ട് പോയതാണ്. കുറച്ച് പേര് ഒരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ പോയതാണ്. അപ്പോൾ ഫ്ലൈറ്റിനാണ് പോയത്, തിരിച്ചു വന്ന ഫ്ലൈറ്റ്. അപ്പൊ അവിടെ ചെന്ന് 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഫ്രീ ആയിരുന്നു. അപ്പൊ വെറുതെ ഇങ്ങനെ, അറിയാലോ ലക്ഷദ്വീപ് സ്വാഭാവികമായിട്ട് ഒരുപാട് ദ്വീപ സമൂഹങ്ങളാണ്. ഓരോ ദ്വീപ സമൂഹം എല്ലാത്തിനും ചുറ്റും കടലാണ്. വളരെ മനോഹരമായ കടൽ തീരങ്ങളാണ്, വളരെ ശുദ്ധയുള്ള കടൽ തീരങ്ങളാണ്. ഒട്ടേറെ വൈവിധ്യമാർന്ന മീനുകളും വൈവിധ്യമാർന്ന ഈ ശംഖുകളും കക്കകളും ഒക്കെ ഉള്ള തീരമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കളറും ഭംഗിയും ഒക്കെയുള്ള ഒരുപാട് കക്കകളും. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്ത ആവേശം തോന്നി. ഞാനിത് കുറെ കളക്ട് ചെയ്തു, കുറെ ശേഖരിച്ച് 3-ാം ദിവസം അവിടെ നിന്ന് പോന്നപ്പോൾ ഇത് ഒരു ബാഗ് നിറച്ച് കക്കയുണ്ടായി. എന്നെ പോലെ അത്രയും വേറെ ആരും എന്നെ അത്ര ആർത്തി മാറ്റുള്ളവർക്ക് ഇല്ലാഞ്ഞുകൊണ്ട് അവരൊക്കെ കുറച്ചെടുത്തിട്ടുണ്ടായി. ഏതായാലും ഇതെല്ലാമായിട്ട് ഞാൻ എയർപോർട്ടിന്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എയർപോർട്ടിലുള്ളവർ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല സാറേ, ഇത് ഈ കടലിന്റെ ഈ ഒരു സ്ഥലത്ത് മാത്രമുള്ളതാണ്, ഇത് ഇവിടുത്തെ നിക്ഷേപമാണ്, ഇത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ദിവസത്തെ എൻ്റെ അധ്വാനവും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം നശിക്കുക. എനിക്കത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇവിടെ കിടന്ന് വെറുതെ നശിച്ചു പോണ സാധനം നമ്മൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാനല്ല. ഞാൻ പറഞ്ഞു നോക്കി, പല അഭ്യാസങ്ങളൊക്കെ എടുത്തു നോക്കി, ഒന്നും വിലപ്പോയില്ല. അത് സഹിക്കാൻ പറ്റാണ്ടായത് ഇവരിത് നേരെ വലിച്ചെറിയാൻ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ബാഗെങ്കിലും എനിക്ക് തിരിച്ചു തരുന്നു. അപ്പൊ നേരെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് അത് നേരെ വേസ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുപോയി കുടഞ്ഞിട്ടിട്ട് ആ ബാഗ് എനിക്ക് തിരിച്ചു. ഞാനത് ഈ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചത്
നമ്മുടെയൊക്കെ ജീവിതത്തിൽ താൽക്കാലികമായി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നുന്ന പലതും നമ്മൾ സമ്പാദ്യങ്ങളാക്കും. സ്വത്ത് സമ്പാദ്യമാക്കിയെന്ന് വരാം, സൗന്ദര്യം സമ്പാദ്യമാക്കിയെന്ന് വരാം, പണം സമ്പാദ്യമാക്കിയെന്ന് വരാം. അങ്ങനെ പലതും, വാഹനങ്ങള്, സാരികള്, ആഭരണങ്ങള്, അങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാകാം. ഈ നിക്ഷേപങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ട, നശിപ്പിക്കേണ്ട സമയം വരും. മാത്രമല്ല, അതിനേക്കാൾ ഏറെ വേദനിപ്പിക്കുന്നത് നമ്മളിത് കൊടുക്കുന്നവര് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ഇതിനെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ അതിനേക്കാൾ ഏറെ വേദനയാണ്. നമ്മൾക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, അടുത്ത തലമുറ ഇത് നശിപ്പിക്കുന്നത് കാണുമ്പോൾ അതിനേക്കാൾ ഏറെ വേദനയാണ്. അപ്പം അതുകൊണ്ട് നിക്ഷേപം കരുതി വയ്ക്കുക എന്നുള്ള ഒരു സ്വർഗത്തിലെ നിക്ഷേപം കരുതി വയ്ക്കുക. ഈ നിക്ഷേപം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. ഒരിക്കലും ഈ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ് എന്നാണ് പൊതുവെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ബൈബിളിന്റെ കാഴ്ചപ്പാടില് നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഈ സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെയാണ് അവിടെ ആവശ്യം. ആ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അന്നത്തെ ആഹാരം, ഇന്നത്തെ ആഹാരമല്ല, അന്നത്തെ ആഹാരമാണ് നമ്മൾ കരുതി വയ്ക്കുന്നത്. അന്നത്തെ ആഹാരം എന്ന് പറയുന്നത് ഈ നമ്മുടെ സൽക്കർമ്മങ്ങൾ. അപ്പം ഈ അന്നു വേണ്ട ആഹാരമാണ്, അല്ലെങ്കിൽ അന്നത്തെ ആഹാരം നമ്മൾ സമാഹരിക്കണം. അത് വേണ്ടത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ് എന്ന് സാരം. അപ്പോൾ വിശുദ്ധമായ ആത്മാവാണ് നമ്മുടെ നിക്ഷേപം. ആ നിക്ഷേപത്തിന്റെ രക്ഷാകവചവും അതിന്റെ ആഹാരവുമാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ എന്ന് സാരം.